കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ കർണാടകത്തിലെ ജനങ്ങളെ പോലെയല്ല. ഇപ്പോൾ കാവേരി ഇഷ്യൂ കർണാടകത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാ. മനസ്സിലായ? അവർ പല്ലും നഖവും ഉപയോഗിച്ച് തമിഴ്നാടിനെ എതിർത്ത് അവർ വിജയിച്ചു. ഇപ്പോൾ അവർ അണക്കെട്ട് പണിയാൻ പോവുക. അവർ അഡ്വാൻസ്ഡ് ആണ്. അതേപോലെ തമിഴ്നാട്ടിലെ ജനങ്ങൾ അവർ ജല്ലിക്കെട്ടെന്നുള്ളൊരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ തമിഴ് ജനത മൊത്തത്തിൽ ഒരുമിച്ച് കൂടി നിയമവിരുദ്ധമായ ഒരു കാര്യത്തിന് നിയമത്തിൻ്റെ പരിരക്ഷ ഉറപ്പുവരുത്തിയെന്നാണ്. മനസ്സിലായോ? നമ്മളങ്ങനെയല്ല. ബേസിക്കലി ഈ 62 വർഷമായിട്ട് മുല്ലപ്പെരിയാർ ഡാം അവിടെ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ്. യഥാ പ്രജ തഥാ രാജ എന്നല്ലേ? ജനങ്ങൾ എങ്ങനെയാണോ അവർക്ക് പറ്റിയ രാജാവ് വരും, അത്രയേ ഉള്ളൂ. ഇവിടെ രാഷ്ട്രീയമായി ചേരിതിരിഞ്ഞ് നിൽക്കുന്ന ജനമാണ്. ഇപ്പം ഞാൻ LDF കാരനാണെങ്കിൽ LDFൻ്റെ ലീഡേഴ്സ് പറയുകയാണ് മുല്ലപ്പെരിയാർ ഡാം അപകടത്തിലാണ്, മനുഷ്യച്ചങ്ങല തീർക്കണം. നമ്മൾ പോയി നിൽക്കും. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 2011 നിന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അവസാനം അവരുടെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ മുല്ലപ്പെരിയാറിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇവരുടെ ഈ ജനങ്ങളുടെ ബുദ്ധി എവിടെ പണയം വെച്ചിട്ടുണ്ട്? അവനവൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊണ്ടുപോയി. ഇവർ വെറും പിണ്ടങ്ങളാണ്, ശവങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ബുദ്ധി അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊണ്ടുപോയി. ഇനി ഇവർ വിളിച്ചു കൂവി ചാടണമെങ്കിൽ എന്തു വേണം? അത് ഇവർക്ക് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തിരിച്ച് ഫീഡ് ചെയ്യണം. എന്നാൽ കൂവി ചാടുകയുള്ളൂ, അല്ലെങ്കിൽ ചാടൂല. അതുപോലെ തന്നെയാണ് ഓപ്പോസിഷനും. അവരുടെയൊക്കെ ലീഡേഴ്സ് പറയുന്നത് എന്താണോ അതാണ് അൾട്ടിമേറ്റ്ലി അവരുടെ ഒരു തോട്ട്. അല്ലാതെ സ്വതന്ത്രമായി തങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരു ജനതയെ മദ്യവും മയക്കുമരുന്നും കൊടുത്ത് ഇവിടുത്തെ കാലാകാലങ്ങളിൽ ഭരിച്ച ഗവൺമെൻറ്റുകൾ നിഷ്ക്രിയരാക്കി മാറ്റിയിരിക്കുകയാണ്. അതെനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ഒരു ആവറേജ് ആളോട് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും വൈകുന്നേരം ആക്കി കിട്ടുന്നതിൽ കുറച്ച് ബാറി കൊണ്ടേ കൊടുക്കണം. ഇതല്ലാണ്ട് അവന് ജീവിതത്തിൽ വലിയ ഇതൊന്നുമില്ല. അല്ലെങ്കിൽ ലോട്ടറി എടുത്ത് കിട്ടാൻ പോകുന്ന മഹാസൗഭാഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവരുടെ ജീവിതം കഴിച്ചു കൂട്ടണം. പ്രോഗ്രസീവായിട്ട് ഈ നാട്ടിൽ ചിന്തിക്കുന്ന ജനങ്ങൾ, പണ്ടൊക്കെ വായനശാലകളുണ്ടായിരുന്നു, വായിച്ചും പഠിച്ചുമൊക്കെ എന്തെങ്കിലും വിവരമുണ്ട്. ഇന്ന് യാതൊരു വിവരമില്ലാത്ത ആളുകളെയാണ് നമ്മൾ പ്രബുദ്ധരെന്ന് പറയുന്നത്. നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാം അവിടെ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജനങ്ങളാണ്, അല്ലാതെ ആരുമല്ല. ഈ ജനങ്ങൾ, അതായത് ഒരു ദുരന്തത്തിൻ്റെ വിക്ടിംസ് ആകുന്ന ആൾക്കാർക്ക് ബോധം ഉണ്ടാവണം. ദുരന്തം തനിയെ വഴിമാറും. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ഈ നാട്ടിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഇതിൻ്റെ ദുരന്തത്തിൻ്റെ ദുരന്തത്തിൻ്റെ ഒരു ആഘാതത്തിൻ്റെ അനുഭവിക്കുന്ന ജനം, ആ അനുഭവിക്കാൻ പോകുന്ന ജനം, അവർ ഇത് വരാൻ പോകുന്ന ഒരു ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ പകുതി സൊല്യൂഷനായി. ഇന്ന് തെരുവിലിറങ്ങി മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്, റെസ്പോൺസ് കാണാം. ഈ റെസ്പോൺസ് കാരണമാണ് ആ ഡാം അവിടെ തന്നെ നിൽക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ ഇങ്ങനെയാണ് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് തമിഴ്നാടിന് ഇത്രയും ധാർഷ്ട്യം. അഹങ്കാരത്തിൻ്റെ ഭാഷ. കേരളത്തിലെ ജനങ്ങളെ പുല്ലുപോലെ വില വയ്ക്കുന്ന ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷ തമിഴ് ലീഡേഴ്സ് പറയുന്നത് അതുകൊണ്ടാണ്. ഈ കഴിഞ്ഞ വിജയ് സർക്കാർ വരുന്നതിന് മുമ്പുള്ള സർക്കാരിൽ ഇറിഗേഷൻ മിനിസ്റ്റർ അദ്ദേഹം തേനി വന്നിട്ട് ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ 142 അടിയിൽ നിന്ന് 152 അടിയിലേക്ക് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് കൂട്ടാൻ പോകുകയെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറയുന്നത് എവിടെ നിന്നാണെന്ന് നമ്മൾ ചിന്തിക്കണം. തേനിയിലെ പ്രളയം അവലോകനം ചെയ്യാൻ വന്നപ്പോൾ, അപ്പോൾ അവിടെ പ്രളയമുണ്ട്, മനസ്സിലായോ? ആ പ്രളയത്തിൻ്റെ നടുക്ക് നിന്ന് ഒരഹങ്കാരത്തിൻ്റെ, അതായത് 4 കോടി ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ, കേരളത്തെ യാതൊരു ബഹുമാനവും കൊടുക്കാതെ, കേരളം കൊണ്ടാണ് തമിഴ്നാട്
ഇന്ത്യയിലെ മൂന്നാമത്തെ സാമ്പത്തിക ആയത് എന്ന് തിരിച്ചറിയാതെ നമ്മൾ കാരണം ഈ നാട്ടിലെ വെള്ളം കൊണ്ട് മാത്രമാണ് അവർ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് തമിഴ്നാട്ടിൽ വളർന്നത്. 5 ഡിസ്ട്രിക്റ്റാണ് അവർ ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആക്കിയത്. അതിൽ 2 ഡിസ്ട്രിക്റ്റ് ചേർത്ത് വെച്ചാൽ അത് എൻ്റയർ കേരളമായി. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മുടെ ചിലവിൽ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയ തമിഴ്നാടാണ് നമ്മളെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത്. ഇതൊന്നും വകവെച്ച് കൊടുക്കാൻ പാടില്ല. ഞാൻ മുൻ പ്രധാനമന്ത്രി ദേവഗൗഡാജിയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങളെന്താണ് വകവെച്ച് കൊടുക്കുന്നത്? നിങ്ങളുടെ വെള്ളം കൊണ്ട് അവർ ഇത്രയും ഡെവലപ്മെൻ്റ് ആക്കിയപ്പോൾ അവർ തന്നെ പറയുന്നു 50,000 കോടി രൂപയുടെ കാർഷിക അഭിവൃദ്ധി, കൃഷിയിൽ നിന്ന് മാത്രം 50,000 കോടി രൂപ തമിഴ്നാട് എക്സ്ചക്കറിൽ വരുമെന്ന് അവരുടെ ബാലൻസ് ഷീറ്റിൽ കാണുന്നു. ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന വീടാന്തരം വെള്ളം കൊടുത്ത് മീറ്റർ വെച്ച് കാശ് വാങ്ങുന്നു, ഇൻഡസ്ട്രിക്ക് കൊടുത്ത് കാശ് വാങ്ങുന്നു. അങ്ങനെ ട്രില്യൻസ് ആൻഡ് ട്രില്യൻസ് ഡോളേഴ്സ് അവരുണ്ടാക്കുന്നു നിങ്ങളുടെ വെള്ളത്തിൽ നിന്ന്. എന്നിട്ട് നമ്മളെ അധിക്ഷേപിച്ച് നമ്മളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നു. നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ എന്ത് ജനങ്ങളാണെന്നാണ് മുൻ പ്രധാനമന്ത്രി ദേവഗൗഡാജി ചോദിച്ചത്. അദ്ദേഹത്തിന് കാവേരി വിഷയമൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ കാവേരി വിഷയത്തിൽ തന്നെ കേരളത്തിന് കാവേരി ട്രൈബ്യൂണൽ അനുവദിച്ച വെള്ളം പോലും നമ്മൾ വാങ്ങാൻ തയ്യാറാവുന്നില്ല. നമുക്ക് മുട്ടുപറയ്ക്കാണ് തമിഴ്നാടിനോട് ഒരു തീരുമാനം ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ കോൺട്രാക്റ്റിൻ്റെ വിഹിതമായ കാവേരിയിലെ വെള്ളം ഞങ്ങൾക്ക് വേണം എന്ന് പറയാനായിട്ട് ഒരു രാഷ്ട്രീയ നേതാവിന് ഇവിടെ നാവ് പൊങ്ങത്തില്ല. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്ന എന്തുകൊണ്ട് ഇവരുടെ നാവ് പൊങ്ങുന്നു ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കാവേരിയിലെ ഷെയർ പോലും വാങ്ങിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പരാജയമാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്. ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഏത് നേരം ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടാവും.